നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. അതായത് മല്ലികാർജുൻ ഖാർഗെ എന്ന ACC അധ്യക്ഷന് ഒരു തരത്തിലും സമാധാനമില്ലാത്ത ദിവസങ്ങളാണ്. മകൻ ആഭ്യന്തരമന്ത്രിയായി, തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു മകൻ്റെ ട്രസ്റ്റ് അല്ലേ, അവിടെ ഒരു എയറോസ്പേസ് പാർക്കിലൊരു ഭൂമിയുടെ വിവാദം, അത് മറ്റൊരു വിവാദമായി. ഇതിനുമുമ്പ് കൽബുർഗിയിൽ ഇതേപോലെ ഭൂമി വിവാദമായപ്പോൾ തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞ് തടിയൂരി. പക്ഷെ ഇവിടെ പ്രിയങ്ക ഖാർഗെയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം തെറിക്കുമെന്നാണോ രാജിവെക്കുമെന്നാണോ? ശരിക്കും എങ്ങനെയാണ്? അത് രണ്ടായാലും ഫലത്തിൽ തെറിക്കലാണ്. കാരണം രാജിവെച്ചാൽ തന്നെ മനസ്സോടെ രാജിവെക്കുകയാണ്. രാജിവെക്കേണ്ട ഒരു സ്ഥിതി ആരുണ്ടാക്കി? അയാൾ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ വേറെ ആരും അയാളെ ആ കുരുക്കിക്കൊണ്ട് ചാടിച്ചതല്ല. അല്ല. ഇപ്പോൾ DK ശിവകുമാർ നേരത്തെ അവിടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്നു. എന്തായിരുന്നു കുഴപ്പം? അങ്ങേരുടെ കാര്യം നോക്കി മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയി അല്ലേ. ഇപ്പോൾ അങ്ങേര് മുഖ്യമന്ത്രിയായി. നേരത്തെയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങേര് മുഖ്യമന്ത്രിയായി. അപ്പോൾ മുഖ്യമന്ത്രി ആയപ്പം മല്ലികാർജുന ഖാർഗെ മകനെ ആഭ്യന്തരമന്ത്രിയാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. DK ശിവകുമാറുമായിട്ട് വിലപേശി നിങ്ങളെ സിദ്ധരാമയ്യയിൽ നിന്ന് മുഖ്യമന്ത്രി പദം എടുത്ത് നിങ്ങളുടെ ആ കിരീടം നിങ്ങളുടെ തലയ്ക്ക് വെച്ച് തരാം, പകരം എൻ്റെ മകനെ ആഭ്യന്തരമന്ത്രിയാക്കണം. ഇതായിരുന്നു ഡീല്. ആ ഡീല് അവിടെ സംഭവിച്ചു. ശിവകുമാർ ആഭ്യന്തരമന്ത്രി സ്ഥാനം പ്രിയങ്ക ഖാർഗെക്ക് കൊടുത്തു. പക്ഷെ പ്രിയങ്ക ഖാർഗെക്ക് അത് കൊണ്ടു നടക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറ്റം DK ശിവകുമാറിനാണോ? അല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ RSSനെ അനാവശ്യമായിട്ട് ചൊറിയാൻ പോയി. ഈ ഖാർഗെ RSSന്റെ രജിസ്ട്രേഷനൊക്കെ ആവശ്യപ്പെട്ട് നമ്മൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. രജിസ്റ്റർ ചെയ്തിരിക്കണം, കർണാടകയിൽ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊക്കെ. ഈ കർണാടക എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനമാണെന്നുള്ള ബോധം വേണ്ടേ? ഈ പറയുമ്പോൾ നമ്മളെല്ലാം RSS ആണോ, CPM ആണോ, BJP ആണോ, കോൺഗ്രസ് ആണോ, സിഖുകാരുടെ സംഘടനയാണോ, തമിഴൻ്റെ സംഘടനയാണോ എന്നൊന്നുമില്ല. നിയമം പാലിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ വിഷയം. നമ്മളെല്ലാവരും ഭരണഘടനയ്ക്ക് താഴെയാണ്, ഭരണഘടനയ്ക്ക് മുകളിലല്ല. ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതാണ്. നിയമലംഘനം നടക്കുന്നുണ്ടോ? എന്താ കുഴപ്പം? അപ്പോൾ അനാവശ്യമായിട്ട് RSSനെ ആക്ഷേപിക്കാനും ചൊറിയാനും പോയി. ഈ RSSനെതിരെ ഒരു പരാമർശം നടത്തി. RSSൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയ പ്രിയങ്ക ഖാർഗെ ഒരു മാനനഷ്ട കേസിൽപ്പെട്ടു. കൊടുത്തത് ഒരു RSS പ്രവർത്തകനാണ്, ഒരു സാധാരണ സ്വയം സേവകനാണ്. അതെ. ഇത് ഇയാൾ മാത്രമല്ല, ഈ പ്രിയങ്ക ഖാർഗെ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് നാലപ്പാടനും ഇതിൽ പെട്ടിട്ടുണ്ട്. അയാൾക്ക് ഈ പ്രിയങ്ക ഖാർഗെ, മുഹമ്മദ് നാലപ്പാടൻ, അങ്ങനെ വേറെ 2-3 പേർക്കെതിരെ ഈ കേസുണ്ട്. അതായത് ഈ തേജസ് എന്നൊരു സ്വയം സേവകനാണ് കേസ് കൊടുത്തത്. ഈ RSSനെതിരായ പ്രസ്താവനയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അപ്പോൾ പ്രിയങ്ക ഖാർഗെ കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ഈ RSS എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു സംഘടനയാണ്, അതുകൊണ്ട് തന്നെ ഈ തേജസ് എന്ന് പറയുന്ന ആളിന് താൻ RSSൻ്റെ സ്വയം സേവകനാണ്, പ്രവർത്തകനാണെന്ന് രേഖാമൂലം തെളിയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല, ഇത് തള്ളിക്കളയണം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഒന്നല്ല കേട്ടോ, പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാനൊരു RSSകാരനാണ് എന്ന് പറഞ്ഞല്ലോ പരാതി കൊടുക്കുന്നല്ലേ? അങ്ങനെ പറഞ്ഞാലും ചെയ്യാറില്ലല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞ് ചെയ്യാറില്ലെങ്കിലും ഈ കേസ് വരുമ്പോൾ ഇതല്ല, നിങ്ങൾ എങ്ങനെ എനിക്ക് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ കേസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ മാനഹാനി ഉണ്ടായി എന്ന് ഞാൻ തെളിയിക്കണം. അപ്പോൾ ഈ തേജസ് താൻ RSS പ്രവർത്തകനാണ്. ഇപ്പോൾ ഞാൻ RSS പ്രവർത്തകനാണോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞാൽ പോരെ? തീർച്ചയായിട്ടും. ഞാൻ RSSൻ്റെ ആശയങ്ങളെ സ്വീകരിക്കുന്നു. RSSകാർ എന്നെ അംഗീകരിക്കുന്നില്ല, പോയിക്കോട്ടെ, സാരമില്ല. പക്ഷേ ഞാൻ RSSൻ്റെ ആശയങ്ങളെ അംഗീകരിക്കുന്നു. ഞാൻ അതനുസരിച്ച് RSS മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തത്തിനും പ്രത്യയശാസ്ത്രത്തിനും അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് അവസാന വാക്ക്, അല്ലേ? അത് എന്നെ RSS അംഗീകരിച്ചോ, എന്നെ BJP അംഗീകരിച്ചോ, കോൺഗ്രസ് അംഗീകരിച്ചോ, CPM എതിർത്തോ എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമല്ല. അപ്പോൾ ഇതാണ് ഇവിടെ തേജസ്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. തേജസ് പറഞ്ഞു ഈ RSSനെ ഇങ്ങനെ മോശം പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി, ഇത് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നു. ഞാനൊരു RSS പ്രവർത്തകനാണ്, ഞാൻ RSS പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം.
അതുകൊണ്ട് ഇത് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നു, RSSനെ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് നിൽക്കില്ല. ഇയാൾക്ക് രേഖാമൂലം, കാരണം RSSന് തന്നെ രജിസ്ട്രേഷൻ ഇല്ല, പിന്നെ എങ്ങനെ ഇയാൾ ഞാൻ RSS പ്രവർത്തകനാണെന്ന് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഖാർഗെ പോയത് കോടതിയിൽ. പ്രത്യേക ജഡ്ജി സന്ദീപ് പാട്ടീൽ എന്ത് പറഞ്ഞു? ഈ വാദങ്ങളൊക്കെ അസ്വീകാര്യമാണ്, ഇത് നിലനിൽക്കുന്നതല്ല. ഈ തേജസ് എന്ന് പറയുന്ന സ്വയം സേവകൻ രേഖാമൂലം അയാൾക്ക് ഇത് നൽകാൻ കഴിയില്ല, താൻ RSS പ്രവർത്തകനാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് പിന്നെ ബാലിശമാണ്. അതുകൊണ്ട് മാനനഷ്ട കേസ് നിലനിൽക്കും. ഇയാളുടെ നിരന്തരമായിട്ട് പ്രിയങ്ക ഖാർഗെയുടെ പ്രസംഗവും പരാമർശങ്ങളും ഇതുപോലെ RSSനെ കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കുക, പരാമർശങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പണി. ഇത് ഈ അപകീർത്തികരമാണ്, ആക്ഷേപകരമാണ് എന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ RSSനെ മോശമായിട്ട് പറയുമ്പോൾ, എന്തായാലും RSS എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് സംഘടനയല്ലല്ലോ, അതിനകത്ത് ഒരുപാട് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർ ചേർന്നിട്ടാണ് ഒരു സംഘടന ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും തേജസിൻ്റെ കേസ് നിലനിൽക്കും. അതൊരു ക്രിമിനൽ മാനനഷ്ട കേസാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം നടപടികളും നേടേണ്ടി വരും. തേജസിന്റെ മാനത്തിന് വില കൊടുക്കേണ്ടി വരും. തേജസിന്റെ മാനത്തിന് വില കൊടുക്കേണ്ടി. ഒറ്റ ചോദ്യം എൻ്റെ വക അങ്ങോട്ട്, അതായത് അങ്ങനൊരു കേസിൽ പ്രിയങ്ക ഖാർഗെ ശിക്ഷിക്കപ്പെട്ടു, നിങ്ങൾ അപകീർത്തി പ്രസ്താവന നടത്തി RSSനോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഖാർഗെക്ക് ഭരണഘടനാപരമായിട്ട് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ ഇല്ലയോ? ഇല്ല, സത്യപ്രതിജ്ഞ ലംഘനമാണത്. അത് ഏത് സംസ്ഥാനത്തായാലും തീർച്ചയായിട്ടും അത് ഏത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിയമമൂലം സ്ഥാപിതമായ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാണ് സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്, തുല്യതയുണ്ട്. അതെ, അതിനെല്ലാം കയറി കൊണ കൊടുക്കാൻ പോയാൽ പ്രിയങ്ക ഖാർഗെ രാജിവെക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ കർണാടകത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ നാണക്കേടാണ്. സ്നേഹത്തിന്റെ കട ഷട്ടർ ഇടേണ്ടി വരും. രാഹുൽ ഗാന്ധി കടയിൽ നിന്നും ഒരു സ്നേഹത്തിന്റെ കടയിൽ വിൽക്കുന്നതല്ല ഇതുപോലത്തെ വ്യാജ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയങ്ക ഖാർഗെക്ക് വലിയ ആഭ്യന്തരമന്ത്രി പദത്തിൽ അധികകാലം ഇരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിയായിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, ഏതാനും ആഴ്ചകൾ, ഒരു 2 മാസമൊക്കെ ആവുള്ളൂ. അതെ, അപ്പോൾ അവിടെ കൃത്യമായിട്ടും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ പ്രിയങ്ക ഖാർഗെയെ DK ശിവകുമാറിന് വാസ്തവത്തിൽ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു തലവേദനയാണ്. ഈ ഖാർഗെയും അതുപോലെ മറ്റ് ഞാൻ അവിടുത്തെ ഖാർഗെയും കുടുംബവും തലവേദനയാണ്. സിദ്ധരാമയ്യ ഒരു വശത്തിരുന്ന് വേറെ പണികൾ ചെയ്യുന്നു. സിദ്ധരാമയ്യയുടെ തന്നെ ബന്ധുക്കളെ ഉപയോഗിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രിയങ്ക ഖാർഗെയുടെ തന്നെ ബന്ധുക്കളെ വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. വലിയ ഉപജാപങ്ങൾ നടക്കുകയാണ് കർണാടകയിൽ. ഉപജാപങ്ങൾ. ഇത് DK ശിവകുമാറിനെ സ്വൈരമായിട്ട് ഭരിക്കാൻ അനുവദിക്കരുത്, എങ്ങനെ അട്ടിമറിക്കണം. ഇപ്പോൾ അവിടെ കർണാടകയിലുള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സിദ്ധരാമയ്യ അധികാരത്തിൽ നിന്ന് പോയി. അപ്പോൾ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള അവശേഷിക്കുന്ന 2 കൊല്ലം DK ശിവകുമാർ അവിടെ ഇരുന്ന് മനോഹരമായിട്ട് ഭരിച്ച് കോൺഗ്രസിനൊരു തുടർഭരണം ഉണ്ടായാൽ പിന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി? DK ശിവകുമാർ തന്നെയായിരിക്കും. അതെ അതെ, സമ്മതിക്കില്ല. സിദ്ധരാമയ്യക്ക് പിന്നെ കച്ചി തൊടാൻ പറ്റില്ല. ഇത് സിദ്ധരാമയ്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പോകുന്ന പോക്കിൽ ഈ ഹിജാബ് നിരോധനം പിൻവലിച്ചത്. എന്നിട്ട് കാവിക്ക് നിരോധനം ഏർപ്പെടുത്തി, കാവി ഷാളിന് നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ അതായത് അവിടെ കർണാടകയിലെ ഹിന്ദുക്കൾ കോൺഗ്രസിനെ വെറുക്കണം. എങ്ങനെയുണ്ട് ഇത്? കോൺഗ്രസിനത് പാളയത്തിൽ തന്നെ പടയാണ്. അവർ തമ്മിൽ ന്യൂനപക്ഷ റിപ്പോർട്ട് അംഗീകരിച്ചിട്ട് പോയി. ഇതെല്ലാം ചെയ്തപ്പോൾ അവിടെ ഒരു ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കാനുള്ള വളരെ നിർണായകമായ, അവിടുത്തെ കർണാടകയിലെ കോസ്റ്റൽ ബെൽറ്റിൽ ക്രിസ്ത്യാനികളെല്ലാം BJPയുടെ കൂടെയാണ്. അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അവർ ആ ഭാഗങ്ങളിലെല്ലാം ജയിച്ചിരിക്കുന്ന BJPയാണ്.
നമുക്ക് മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ മൊത്തത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ടും ഈ ബൊമ്മെ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും കോസ്റ്റൽ ബെൽറ്റ് മുഴുവനും BJP ജയിച്ചു. അതിന് കാരണം ക്രിസ്ത്യൻ വോട്ടാണ്. അവിടെ ക്രിസ്ത്യാനികൾ ഒരു നിർണായക വോട്ടുണ്ട് അവർക്ക്. ആ വോട്ട് BJPക്ക് കിട്ടി എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിന് പോകത്തില്ല. പിന്നെ കോൺഗ്രസ് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ലിംഗായത്തുകളും അതുപോലെ തന്നെ ഒക്കലിംഗരും ഒക്കെ എങ്ങനെ BJPയെ എങ്ങനെ കോൺഗ്രസ്സിനെ DK ശിവകുമാറും കൂട്ടരും നോക്കുന്ന ഈ വോട്ട് എങ്ങനെ കോൺഗ്രസ്സിൽ പിടിച്ചു നിർത്താം, സിദ്ധരാമയ്യയും കൂട്ടരും നോക്കുന്നത് ഈ വോട്ട് എങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്താം. അതാണ് ഒപ്പിട്ടിട്ട് പോയത്. അതാണ് ഒക്കലിംഗക്കാരും ഒരുപോലെ എതിരായി. ഇതൊക്കെ ഈ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അപ്പോൾ പറഞ്ഞ 5 കൊല്ലം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം, എന്തായാലും കോൺഗ്രസിനൊരു മിനിമം വോട്ടുണ്ട്, അവിടെ മിനിമം സീറ്റും കിട്ടും, ആ കിട്ടി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം. അത് കഴിയുമ്പോൾ BJPക്കെതിരായ ഭരണവിരുദ്ധ വികാരം വരും. അത് വരുമ്പോൾ ഞങ്ങൾ അടുത്ത സിദ്ധരാമയ്യയുടെ മകനോ ആരെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയാകും. അപ്പോൾ അങ്ങനത്തെ അതുവരെ DK ശിവകുമാറിനെ അകറ്റി നിർത്താം. അധികാരമില്ലെങ്കിൽ DK ശിവകുമാർ പതുക്കെ സൈഡ് ലൈൻ ചെയ്യാമല്ലോ. ഇവരുടെ കയ്യിൽ ഒരു മുസ്ലിം ഹിന്ദു പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് ഇവരുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും വെച്ച് വിലപേശാം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട്. ഇതൊക്കെയാണ് ഈ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ എന്താ പറയുക, പുട്ടിന് പീര ഇടുന്നത് പോലെ പ്രിയങ്ക് ഗാർഗയുടെ വക കുത്തിത്തിരിപ്പുകൾ വേറെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിയങ്ക് ഗാർഗയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഗാർഗെ ഈ കേസിൽ കേസ് തീർച്ചയായിട്ടും പുള്ളി മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടി വരും, അല്ലെങ്കിൽ ശിക്ഷിക്കും. രണ്ടാണെങ്കിലും പ്രിയങ്ക് ഗാർഗയുടെ രാഷ്ട്രീയ ഭാവിക്ക് അത് വലിയ ദോഷം ചെയ്തിരിക്കുന്നു. പ്രിയങ്ക് ഗാർഗെ നാണം കെട്ട് ആഭ്യന്തരമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങുമോ അതോ രാജിവെക്കുമോ? കോടതി വിധി വന്നാൽ ക്രിമിനൽ ഡിഫമേഷൻ അല്ലേ? അതെ, കോടതി വിധി വന്നാൽ പ്രിയങ്ക് ഗാർഗയ്ക്ക് പിന്നെ കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് പിഴയ്ക്കുന്ന കാര്യം വലിയ പാടാണ്. അതുകൊണ്ട് ഈ മാനനഷ്ട കേസ് വിധി പ്രതികൂലമായിട്ട് ഗാർഗയ്ക്ക് പ്രതികൂലമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും രാജിവെക്കേണ്ടി വരും. ഒരു കേസിൽ ക്രിമിനൽ കുറ്റം കൂടിയാണ്, ക്രിമിനൽ മാനനഷ്ടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാർഗെ രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വരും എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നുന്നത്.